ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ഒരു സംഗമമായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ പ്രഭാഷണം നടത്തുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ വന്നതല്ല. SSFൻ്റെ കഴിഞ്ഞ സംഘടനാ വർഷം നടത്തിയ ഒരു പദ്ധതി, ആ പദ്ധതി 6000-ൽ പരം വരുന്ന യൂണിറ്റുകളിൽ ആദ്യ 10 സ്ഥാനത്തെത്തിയ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള യൂണിറ്റുകളിലെ പ്രധാനികളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സംസ്ഥാന ലീഡേഴ്സിൻ്റെ കൂടെയുള്ള ഒരു സിയാറത്താണ്. അങ്ങനെ സമാപനമാണ് പ്രിയപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് വെച്ച് ഉദ്ദേശിച്ച് നമ്മളിവിടെ എത്തിയത്. എല്ലാ സിയാറത്തുകളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരൊറ്റൊരാശയം പറഞ്ഞ് സംസാരം നിർത്തി ദുആയിലേക്ക് കടന്ന് നമുക്ക് പിരിയാം. വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി അമ്പിയാക്കളെ പരിചയപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ചും അവരുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കാണാം. വദ്കുർ ഫിൽ കിതാബി എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ നബിയെ പറഞ്ഞു തീരുന്നിടത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി പറയും. ഇന്നഹു കാന സിദ്ദീഖൻ നബിയൻ എന്നൊക്കെ പറയും. സിദ്ദീഖായിരുന്നു, സത്യസന്ധനായിരുന്നു. വേറൊരു നബിയെ കുറിച്ച് പറയുമ്പോൾ വക്കാന സ്വാദിക്കൽ വഴുതി, വാക്ക് ലംഘിക്കാത്ത, ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായി നിർവഹിക്കുന്ന ആളായിരുന്നു. വേറൊരു നബിയെ കുറിച്ച് മുഖ്ലിസ്, മഹാനായ ആ പ്രവാചകർ മുഖ്ലിസ് ആയിരുന്നു എന്നത് പറയുന്നു. ശരിക്കും നബിമാർ എല്ലാവരും മുഖ്ലിസുകളല്ലേ? അതെ. സ്വാദിഖുൽ വഅദല്ലേ? അതെ. സിദ്ദീഖല്ലേ? അതെ. ഇനി മാത്രമല്ല, ഈ പറഞ്ഞ ഇസ്മായിൽ നബി, മൂസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇവർക്ക് ഈ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ക്വാളിറ്റി ഇല്ല? ഉണ്ട്. അമ്പിയാക്കൾ അതത് കാലത്ത് ഏറ്റവും പരിപൂർണരല്ലേ? അതെ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയുന്നത്? ഖുർആനിൽ പലയിടത്ത് ചിതറിക്കിടക്കുന്നതുകൊണ്ടാണ് ഒരു സൂറത്തിനെ മാത്രം മെൻഷൻ ചെയ്യാത്തത്. ഇത് ഖുർആനിലൂടെ നിങ്ങളൊന്ന് ഗ്ലാൻസ് ചെയ്ത് നോക്കിയാൽ ഈ ആശയം നിറച്ചും കാണാൻ പറ്റും. ഒരു ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയും. എന്താണ് ആ പറയുന്നതിന്റെ താല്പര്യം? അത് നമ്മുടെ നാട്ടിലെ കുഞ്ഞ് അഹമ്മദ് ഹാജി 85-ാം വയസ്സിൽ മരണപ്പെട്ടു. നാട്ടുകാർ പറയും നല്ല മനുഷ്യനാട്ടോ, നല്ല മനുഷ്യൻ. ഉടനെ തന്നെ ഒരു ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നേക്കാം, ജുമാക്ക് നേരത്തെ വരും. ഒരു നഫീസ ഹജ്ജുമ മരണപ്പെട്ടു 68-ാം വയസ്സിൽ, സ്വാലിഹത്തായ സ്ത്രീയായിരുന്നു. ഉടനെ പറയുന്നേക്കും ഒരു ക്വാളിറ്റി, മുത്തലിങ്ങൾക്ക് ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 30-ക്ക് അത് കഴിഞ്ഞിട്ടേ വേർന്നുള്ളൂ. എത്ര അസുഖമായാലും മുത്തലിങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കടുത്തപ്പഴഞ്ഞ് എഴുന്നേൽക്കും എന്നൊക്കെ പറയുന്നല്ലോ. ഇങ്ങനെ നമ്മളൊക്കെ മരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആത്മീയ വിലാസം ഉണ്ടാവും. കേരളത്തിലെ മുഴുവൻ സുന്നികളായ പെൺകുട്ടികളെ പ്രത്യേകിച്ചും പിടിച്ചു കുലുക്കിയ ഒരു മരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു സഹോദരി തവാഫിനിടയിൽ, തവാഫ് കഴിഞ്ഞ് ഹജറുൽ അസ്വദ് ചുംബിച്ച് മഖാം ഇബ്രാഹിമിന്റെ പിന്നെ നമസ്കരിച്ച് ശേഷം കഅബ കണ്ട് മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത് തൊട്ടു ശേഷം മത്താഫിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ട ഒരു മരണത്തിന്റെ അലയൊലി കേരളത്തിന്റെ പെൺകുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് സുന്നികൾക്കിടയിൽ ആ പ്രകമ്പനം ഇതുവരെ തീർന്നിട്ടില്ല. ആ പെൺകുട്ടി മരിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നല്ലോണം ബുർദ ചെയ്തോട്ടോ, സ്വലാത്ത് കുറഞ്ഞു ചൊല്ലും അങ്ങനെ പറയുന്നുണ്ട്. നമുക്കൊക്കെ ഇതേപോലെ ആത്മീയ വിലാസങ്ങളായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരും നമ്മളെ പറ്റി പറയാനല്ല, ശേഷക്കാർ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് മോഹിക്കണം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിച്ചത്. 4 ആള് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുന്ന, അയാളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങളടക്കം പുറത്തു കിട്ടി എന്നുള്ളതിന്റെ തെളിവാണ് 4 മുഅ്മിനീങ്ങൾ നിഷ്പക്ഷമായി ഒരു മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞത്. ഇനി അയാളുടെ തെറ്റു പുറത്തിട്ടില്ലെങ്കിൽ ആര് നല്ലത് പറയണം എന്ന് വിചാരിച്ചാലും അവരുടെ നാവ് മലക്കൾ പിടിച്ചു വെക്കും. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾക്ക് ഈ വിഷയത്തിൽ മാത്രം ഒരു കിതാബ് തന്നെ ഉണ്ട്. നമുക്കൊരു ആത്മീയ വിലാസം ഉണ്ടാകും. വെറുതെ ചിലതിങ്ങനെ എണ്ണിപ്പോകാം. ജുമാക്ക് നേരത്തെ പോകുക, മുത്തായി നിങ്ങളെ സ്നേഹിക്കുക,
സ്വലാത്ത് ചെല്ലുന്നത്, ഖുർആൻ ഓതുക. മൂപ്പര് കുറെ പാട്ടൊന്നുമില്ല, പക്ഷെ കുടുംബം പെങ്ങൾ എന്നെല്ലാം പറഞ്ഞ മൂപ്പര് ജീവന്റെ ജീവനാണ്. ഇടക്കിടക്കെ പെങ്ങളെടുത്ത് പോയിരിക്കണം. അങ്ങനെയുണ്ട് ചില ആൾക്കാരെ കുറിച്ച് പറയും സിലത്തുർ റഹിമാണ്. ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഉഹദിൽ പെടഞ്ഞു വീണ ഹംസ തങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുടുംബം വന്ന് ചേർക്കുന്ന മോനാണ് എൻ്റെ ഹംസ. കണ്ടോ, ഇളയമാനെ കുറിച്ചാണ് പറയുന്നത്, കുടുംബം വന്ന് ചേർക്കുന്ന ആളാണ്. അങ്ങനെയുണ്ട് ചില പെങ്ങൾ കെട്ടിയ ആള്, അഥവാ നമ്മളുടെ പെങ്ങളെ കൊണ്ട് കെട്ടിപ്പിച്ച പുതിയാപ്പിള നല്ല കഴിവുള്ള ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. എന്നാലും പെങ്ങൾക്ക് ആങ്ങളെ കൊടുക്കുന്ന സമയത്ത് ഒരു ഇഷ്ടം ഉണ്ടാവും. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കൊടുക്കുമ്പോൾ ഒരു 2000 രൂപ 500 4 നോട്ട് ചുരുട്ടി കൊടുക്കുമ്പോൾ ആ പെണ്ണിന് ഇല്ലായിട്ടല്ല, ആങ്ങളെ കൊടുക്കുന്ന സമയത്ത് ഒരു സന്തോഷം പേർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഒരാത്മീയ വിലാസമായിട്ട് ഉണ്ടാവും. ചേർത്ത് പറയാനുണ്ട് കുറെ. റമദാൻ വന്നാൽ പള്ളിന്ന് പറഞ്ഞ മുമ്പരുടെ പള്ളി പരിപാലനം, പള്ളിക്ക് കാർപ്പറ്റ് വിരിക്കുക, പള്ളിയിൽ ഒരു ഫാൻ ഉണ്ടാക്കുക, പള്ളി പെയിന്റ് അടിക്കുക, പള്ളിയിൽ ഉസ്താമാരെ ശമ്പളം ശരിയാക്കുക, അങ്ങനെ പള്ളി 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 അങ്ങനെ ഉണ്ടാവും ചിലർക്ക്. പള്ളിയുടെ പുനർനിർമ്മാണ സമയത്ത് മൂപ്പരെന്നായിരുന്നു. നിങ്ങൾ ഏത് മഹാനെ കുറിച്ച് നോക്കിയാലും അവർക്ക് 100 നന്മ ഉണ്ടെങ്കിലും ഒരു നന്മ ഹൈലൈറ്റ് ചെയ്യപ്പെടും. കുണ്ടൂർ ഉസ്താദാണ് നമ്മുടെ ചാരത്തുള്ളത്. എന്താ കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് പറയുന്നത്? പാവങ്ങളുടെ അർത്ഥാണ്. മത്സ്യ വിൽപ്പന നടന്നിട്ടില്ലെങ്കിൽ ഓർ വന്നിട്ട് പറഞ്ഞാൽ മതി. കച്ചവടം പൊട്ടിയാണ് വിഷയം അവതരിപ്പിച്ചാൽ മതി. ഭൂമി വിൽപ്പന നടക്കുന്നില്ലെങ്കിൽ ഒന്ന് അവതരിപ്പിച്ചാൽ മതി. ഇങ്ങനെ എന്താ നമുക്കുള്ളത്? ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുത്തു നോക്കി, നമുക്ക് എന്താ അങ്ങനെ പറയാനുണ്ടാവുക? നമ്മളിൽ എന്ത് നന്മ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലോകത്ത് ഇതേപോലെ 360 നന്മ ഉണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു വളരെ താഴ്മയുള്ള ചോദ്യം, ഈ അബൂബക്കറിന് ഏതെങ്കിലും ഒന്നുണ്ടോ നബിയെ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൻസർ എന്താണെന്നറിയോ? എൻ്റെ അബൂബക്കറിന് 360 ഉണ്ട്, മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. കണ്ടോ, 360. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ചോദിക്കുന്നുണ്ട്, ഇന്നാരെങ്കിലും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്താലുണ്ടോ? സിദ്ദീഖ് കണ്ടി. ഇന്നാരെങ്കിലും രോഗസന്ദർശനം നടത്തിയാലുണ്ടോ? സിദ്ദീഖ് കണ്ടി. ഇന്നാരെങ്കിലും നോമ്പുണ്ടോ? സിദ്ദീഖ് കണ്ടി. ഇന്നാരെങ്കിലും ജനാസന്റെ കൂടെ പോയാലുണ്ടോ? സിദ്ദീഖ് കണ്ടി. ഉമർ തങ്ങൾ ചോദിച്ചു, ഈ സുബഹി നിസ്കാരം തുടങ്ങുമ്പോഴേക്ക് ഇങ്ങനെ ചെയ്തിട്ട് പള്ളിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും എഴുന്നേറ്റത്? നിങ്ങൾ ഈ പണിയൊക്കെ എപ്പോഴാണ് ചെയ്തത്? ഒന്ന് വിവരിക്കാവോ? സിദ്ദീഖ് റളിയല്ലാഹു വിശദീകരിച്ചു, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വൈഫ് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് രോഗിയാണോ ഒന്ന് കണ്ടുപോയിക്കോളി. അങ്ങനെ രോഗസന്ദർശനം. മൂപ്പര് 2 ബ്രെഡ് തന്നിരുന്നു, 10. അത് വാങ്ങി. എനിക്ക് ഓൾറെഡി നോമ്പുണ്ട് 2. വഴിയിൽ ഒരാൾ, പാവപ്പെട്ട ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് ഈ ബ്രെഡ് 10 എടുത്ത് കൊടുത്തു, പാവപ്പെട്ടവർക്കുള്ള ഫുഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടീൻ്റെ ജനാസ ബക്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായി. കൊണ്ടുപോയി കൂടെ നടന്ന് ആ ലായിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് സുബഹിക്ക്. നോക്കുക, അവരുടെ 7 പുസ്തകം എപ്പോഴേ ഓപ്പണായി. നമുക്ക് എന്തെങ്കിലും മരിച്ചു തീരുമ്പോഴേക്കും ഉണ്ടാവണം. അത്തരം കാലം കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇശാ നിസ്കാരത്തിൽ കേട്ട ഒരു സൂറത്തുണ്ടല്ലോ, നിങ്ങൾക്കറിയോ ഖിയാമത്ത് നാൾ ഡിവൈഡ് ചെയ്യുന്ന രൂപങ്ങളൊക്കെ. അതിൽ രണ്ടാമത്തെ ഒരു പാർട്ട് വിജയിച്ച വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് മുഖം തിളങ്ങുന്ന, മുഖം പ്രകാശിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞ ഉടനെ പറഞ്ഞു, ഇവരുടെ മുഖം പ്രകാശിക്കാൻ കാരണം പണിയെടുക്കേണ്ട കാലത്ത് അവർ പണിയെടുത്തിട്ടുണ്ട്. നാളെ വേണ്ടി ജുമാ നേരത്തെ കേട്ടോ കേട്ടോ. ഇങ്ങനെ കുറെ ആളെ കുറിച്ച് പറയുന്നത് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ കയ്യില് എപ്പോഴും സ്വലാത്ത് കൊണ്ടുവന്നായിരുന്നു. അത് അങ്ങനെ എന്തെങ്കിലും മൂപ്പര് എത്ര തിരക്കുണ്ടെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ടേ പോകുള്ളൂ.